Hi everyone, this is Abin from Evika. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് WatchOS 9 പിന്നീട് WatchOS 10 തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ മേജർ ആയിട്ടുള്ള വന്നിരിക്കുന്ന ആപ്പിൻ്റെയും അതേപോലെ യൂസർ ഇൻ്റർഫേസിൻ്റെയും ചേഞ്ചസ് ഒക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഈ പറയുന്ന വലത്തെ കയ്യിൽ അല്ലെങ്കിൽ വലത്തെ സൈഡിലിരിക്കുന്ന വാച്ച് സീരീസ് 4 40mm WatchOS 9 ആണ്. എൻ്റെ ഇടത്തെ കയ്യിലുള്ളത് സീരീസ് 4 44mm WatchOS 10 ആണ്. അപ്പോൾ ഈ രണ്ട് കൈകളിൽ അല്ലെങ്കിൽ രണ്ട് വാച്ചിനുള്ള മേജർ ഡിഫറൻസ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാം. ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിൽ ഇരുന്ന ഒരു പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യാൻ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റുന്നതാണ്. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. തുടക്കം തന്നെ നമ്മുടെ ഈ പറയുന്ന കൺട്രോൾ സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. WatchOS 9 നോക്കുമ്പോൾ നമുക്ക് കൺട്രോൾ സെൻറ്റർ ആക്സസ് ചെയ്യാൻ സിമ്പിളായിട്ട് നമ്മൾ താഴത്തുനിന്ന് പൊക്കത്തേക്ക് സ്വൈപ്പ് അപ്പ് ചെയ്താൽ മതി. പക്ഷേ WatchOS 10 വരുമ്പോൾ അതിന് ചെറിയ മാറ്റമുണ്ട്. നമുക്ക് ആ ഒരു സ്വൈപ്പ് വന്നാൽ കൺട്രോൾ സെൻറ്ററല്ല വരുന്നത്, സ്മാർട്ട് സ്റ്റാക്സ് ആണ്. അപ്പോൾ കൺട്രോൾ സെൻറ്റർ നമ്മൾ എങ്ങനെയാണ് WatchOS 10 എനേബിൾ ചെയ്യേണ്ടത്? നമ്മൾ ഈ പറയുന്ന സൈഡ് ബട്ടൺ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. എന്നാൽ മാത്രമാണ് നമുക്ക് ഈ പറയുന്ന കൺട്രോൾ സെൻറ്റർ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ വന്നിരിക്കുന്ന അടുത്തൊരു ചേഞ്ച് നമ്മൾ ഈ പറയുന്ന കൺട്രോൾ സെൻറ്ററിൻ്റെ ആ ഒരു ചേഞ്ചാണ്, അല്ലെങ്കിൽ ആ ഒരു യൂസർ ഇൻ്റർഫേസിൻ്റെ ആ ഒരു ചേഞ്ചാണ്. എല്ലാ ആപ്പ് ഐക്കണിൽ നിന്നും ചെറിയൊരു ഗ്യാപ്പ് നമുക്ക് ഈ പറഞ്ഞ WatchOS 10 ഫീൽ ചെയ്യാൻ പറ്റും. പക്ഷേ WatchOS 9 വരികയാണെങ്കിൽ എല്ലാം കുറച്ച് അടുത്തായിട്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അതേപോലെ നമുക്ക് ഈ പറഞ്ഞ എല്ലാ ആപ്പിൻ്റെയും ആ ഒരു ഐക്കണും കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടും അതേപോലെ തന്നെ വിസിബിളായിട്ടും നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ഡിസ്പ്ലേ വലുതായതുകൊണ്ട് മാത്രമല്ല, ഈ ഒരു WatchOS 10 ആപ്പിൾ കുറച്ചും കൂടെ പ്രീസൈസ് ആയിട്ടുള്ള ഓരോ ഗ്ലിഫുകളും നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്ത വന്നിരിക്കുന്ന മാറ്റം നമ്മുടെ ഹോം സ്ക്രീനിലാണ്. നമ്മുടെ ഹോം സ്ക്രീനിലേക്ക് നമ്മൾ ജമ്പ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ WatchOS 9 നമുക്ക് ഏതൊരു ആംഗിളിലേക്കും കറക്റ്റായിട്ട് നമ്മുടെ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻസ് മൂവ് ചെയ്യാനും അതേപോലെ ഒരു എന്താ പറയുക ഒരു വാട്ടർ അല്ലെങ്കിൽ ലിക്വിഡി ഫീൽ വരുന്ന ഒരു യൂസർ ഇൻ്റർഫേസാണ്, അല്ലെങ്കിൽ ആ ഒരു ആപ്സിൻ്റെ ഹോം കളക്ഷനാണ്. നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു ഡിജിറ്റൽ ക്രൗൺ റൊട്ടേറ്റ് ചെയ്യുമ്പോഴും നമുക്ക് എല്ലാ ആപ്സും ഇതുപോലെ സൂം ഔട്ട് ചെയ്യാനും പറ്റുന്നതാണ്. പക്ഷേ WatchOS 10 വരുമ്പോൾ എല്ലാം കുറച്ചും കൂടി ഒരു സ്റ്റാക്ക് രൂപത്തിൽ അല്ലെങ്കിൽ എല്ലാം ഒന്ന് അടുക്കി വെച്ചിരിക്കുന്ന പോലെയാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ 3 എണ്ണം 4 എണ്ണം 3 എണ്ണം 4 എണ്ണം എന്നീ രീതിയിലാണ്. നമുക്ക് സൂം ഔട്ട് ചെയ്യാനും പറ്റില്ല. നമുക്ക് ജസ്റ്റ് പൊക്കത്തേക്കും താഴത്തേക്കും പോകാൻ മാത്രമാണ് WatchOS 10 വരുന്നത്. ഇവിടെ താഴത്തേക്ക് മുമ്പ് ലിസ്റ്റ് വ്യൂ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളത് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നേരെ ഈ പറഞ്ഞ എല്ലാ ആപ്സും ലിസ്റ്റ് വ്യൂയിലേക്ക് പോകും. പക്ഷേ ഇതിൽ ലിസ്റ്റ് വ്യൂയിലേക്ക് പോകണമെങ്കിൽ നമുക്ക് നേരെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോഴാണ് നമുക്ക് ലിസ്റ്റ് വ്യൂയും ഗ്രിഡ് വ്യൂയും വരുന്നത്. ഈ പറഞ്ഞ ലിസ്റ്റ് വ്യൂ ടാപ്പ് ചെയ്താൽ അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ലിസ്റ്റ് വ്യൂ ആപ്സിൻ്റെ ഓപ്ഷൻ വരുന്നതാണ്. നമുക്ക് നേരെ താഴത്തേക്ക് പോകാം. ഇവിടെ നമുക്ക് താഴത്തെ ആപ്സ് കഴിഞ്ഞാൽ വേറൊന്നുമില്ല. പക്ഷേ ഇവിടെ നമുക്ക് ആപ്സ് കഴിഞ്ഞാൽ ഗ്രിഡ് വ്യൂ വരുന്നുണ്ട്. ജസ്റ്റ് ടാപ്പ് ചെയ്യുക, നേരത്തെ ഉണ്ടായ ആ ഒരു ഗ്രിഡ് വ്യൂയിലേക്ക് വരും. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഇത് സൈഡിലേക്ക് പോവില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റാക്ക് രൂപത്തിലാണ് നമുക്ക് ഈ പറഞ്ഞ ആപ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ മാറ്റണമെങ്കിൽ ജസ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിക്കുക, ഗ്രിഡ് വ്യൂ ഇട്ടാൽ മാത്രമാണ് നമുക്ക് ഇവിടുന്ന് മാറ്റാൻ പറ്റുന്നത്. ഇനി നമ്മുടെ ഈ പറഞ്ഞ ഫോൺ ആപ്ലിക്കേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഫോൺ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും രണ്ട് OSലും നമുക്ക് വലിയ വ്യത്യാസങ്ങൾ മനസ്സിലാവില്ല. പക്ഷേ ഗ്ലിഫുകളിൽ കുറച്ചധികം വ്യത്യാസങ്ങൾ ആപ്പിൾ വരുത്തുന്നുണ്ട്. മേജറായിട്ടുള്ള വ്യത്യാസം വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്കൊരു കീ പാഡ് കാണാൻ പറ്റും. WatchOS 10 നമുക്ക് ഈ ഒരു WatchOS 9 ഒരു കീ പാഡ് എടുക്കണമെങ്കിൽ ഇവിടെ താഴത്തേക്ക് പോയാൽ മാത്രമാണ് കീ പാഡ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈസി ഓഫ് ആക്സസിന് നമുക്ക് കീ പാഡ് ഏറ്റവും പൊക്കത്താണ് ആപ്പിൾ അലൈൻ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം നമ്മളിപ്പോൾ ഹോമിലേക്ക് പോയപ്പോൾ നിങ്ങൾക്കൊരു വ്യത്യാസം മനസ്സിലാവും. ഇപ്പോൾ ഞാൻ ആപ്പിൽ നിന്ന് നേരെ ഈ പറഞ്ഞ ഈ ഡിജിറ്റൽ ക്രൗൺ പ്രസ് ചെയ്തതിനാൽ എനിക്ക് നേരെ പോകുന്നത് ഹോമിലേക്കാണ് അല്ലെങ്കിൽ ടൈമിലേക്കാണ്. പക്ഷേ WatchOS 9 ഞാനൊരു ആപ്ലിക്കേഷനിൽ നിന്ന് ഈ ഒരു ഡിജിറ്റൽ ക്രൗൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നേരെ പോകുന്നത് ആ ഒരു ആപ്പ് കളക്ഷനിലേക്കാണ് അല്ലെങ്കിൽ ആപ്പ് ലൈബ്രറിയിലേക്കാണ്. അവിടെ നിന്ന് ഒന്നുകൂടെ പ്രസ് ചെയ്താൽ മാത്രമാണ് എനിക്ക് ഈ പറഞ്ഞ ക്ലോക്കിലേക്ക് തിരിച്ചെത്താൻ പറ്റുള്ളൂ. നമ്മുടെ അടുത്ത വന്നിരിക്കുന്ന മാറ്റം ഹാർട്ട് റേറ്റിലാണ്. നമ്മൾ നേരെ ഈ പറഞ്ഞ ഹാർട്ട് റേറ്റിൻ്റെ ആപ്പിലേക്ക് പോവുക. ഹാർട്ട് റേറ്റിൻ്റെ ആപ്പിലേക്ക് പോകുമ്പോൾ ഇവിടെ കറണ്ട് എന്ന ഓപ്ഷൻ ജസ്റ്റ് ഒരു
ഒരു സ്റ്റാക്ക് രൂപത്തിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ WatchOS 10-ൽ ഒരു ഹാർട്ടിൻ്റെ ചിഹ്നം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം. ഈ രണ്ട് ചേഞ്ചസും നമ്മുടെ ഈ പറയുന്ന UI ചേഞ്ചിൽ വന്നിട്ടുണ്ട്. ഇവിടെ റേഞ്ച് വന്നിട്ടുണ്ട്, നമുക്കിവിടെ റേഞ്ച് റെസ്റ്റിംഗ് റേറ്റ് വന്നിട്ടുണ്ട്. അതേപോലെ താഴത്തേക്ക് പോകുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും ഇതേപോലെ ഒരു എല്ലാ ഒരു എന്താ പറയുക റിതം അല്ലെങ്കിൽ ആ പറയുന്ന BPMൻ്റെ ഫുൾ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന WatchOS 9-ൽ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ല. ആ ഒരു കറണ്ട് ടൈമിലുണ്ടാകുന്ന അല്ലെങ്കിൽ ആ ഒരു സമയത്തുണ്ടാകുന്ന മാത്രം ആവറേജ് ആണ് ഈ WatchOS 9-ൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ പറയുന്ന ആപ്പ് സെക്ഷനിലേക്ക് പോവുക. ആപ്പ് സെക്ഷനിലേക്ക് പോയി കണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന ഈ ഒരു ഡെസിബലിൻ്റെ ഓപ്ഷൻ എടുക്കാം. ഡെസിബലിൻ്റെ ഓപ്ഷൻ എടുത്തു, ഞാൻ ഇവിടെയും ഡെസിബലിൻ്റെ ഓപ്ഷൻ എടുത്തു. നമുക്ക് ഇപ്പോൾ നോക്കുമ്പോൾ മനസ്സിലാവും രണ്ട് ഡിവൈസിൻ്റെയും ആ ഒരു യൂസർ ഇൻ്റർഫേസ്, ആ ഒരു കളറിൻ്റെ ചേഞ്ച്. ഇവിടെ നമ്മുടെ ഡെസിബലും ബാക്കി കാര്യങ്ങളും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരു ടെക്സ്റ്റോ ഒരു കാര്യങ്ങളോ വരുന്നില്ല. പക്ഷേ ഇവിടെ നമുക്കൊരു ടെക്സ്റ്റ് വരുന്നുണ്ട്, ലോങ് ടേം എക്സ്പോഷർ സൗണ്ട് അറ്റ് ദിസ് ലെവൽ ഷുഡ് നോട്ട് അഫക്റ്റ് യുവർ ഹിയറിംഗ് എന്ന്. പക്ഷേ WatchOS 10-ൽ നമുക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടില്ല. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ആ ഒരു ഗ്രീനിഷ് കളറും ബാക്കി കാര്യങ്ങളെല്ലാം കൊടുത്ത് കുറച്ചുകൂടെ ഭംഗിയായിട്ടുണ്ട്. ഇവിടെ ഒരു ഐ ബട്ടൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ലൗഡും അതേപോലെ എത്ര ഡെസിബിളാണ് ഏറ്റവും കൂടുതൽ സൗണ്ടും ബാക്കി കാര്യങ്ങളും എല്ലാം നമുക്കിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആയിട്ടുള്ള ആ ഒരു എക്സ്പോഷർ സൗണ്ടും എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത വന്നിരിക്കുന്ന മാറ്റം നമ്മുടെ ഫിറ്റ്നസ് ആപ്പിലാണ്. ഫിറ്റ്നസ് ആപ്പിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ആക്ടിവിറ്റി എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് വേർഡിങ്സ് ഒന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ WatchOS 10-ലേക്ക് വരുമ്പോൾ എല്ലാ കോർണേഴ്സും ആപ്പിൾ മാക്സിമം ഒക്യുപ്പൈ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് അവാർഡും അതേപോലെ ഷെയറിങ്ങും നമ്മുടെ ഈ പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്സും ഇവിടെ മനസ്സിലാവും. ജസ്റ്റ് ഈ ഒരു ഡിജിറ്റൽ ക്രൗൺ താഴത്തേക്കാക്കുക. അപ്പോൾ ഡിജിറ്റൽ ക്രൗൺ താഴത്തേക്കാകുമ്പോഴത്തേക്കും നമ്മുടെ മൂവ് ഗോൾ വന്നു. ഇവിടെ നമുക്ക് മൂവ് ഗോൾ ഉണ്ട് ഫുൾ റെഡിൽ. ഇവിടെ നമ്മുടെ ഗ്ലിഫ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ താഴത്തേക്ക് പോകുമ്പോൾ ഓരോ കാര്യങ്ങളും ഓരോ എക്സസൈസും ബാക്കി കാര്യങ്ങളനുസരിച്ച് ആ ഒരു ഗ്ലിഫ് ഇവിടെ നമുക്ക് ലൈറ്റ് ചെയ്യുകയും ആ യൂസർ ഇൻ്റർഫേസ് ആ ഒരു കളർ കോർഡിനേഷനായിട്ട് വരികയും ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷനിലാണ് ഫുൾ കാര്യങ്ങളും ആക്ടിവിറ്റിയും മൂവും എക്സസൈസും എല്ലാം വന്നിരിക്കുന്നത്. താഴത്തേക്ക് പോകുമ്പോൾ ബാക്കി സ്റ്റെപ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട്. നമുക്ക് താഴത്തേക്ക് പോകുമ്പോഴും ഇതേപോലെ സ്റ്റെപ്സും ബാക്കി കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഇനി ഏറ്റവും പുറത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വേറെ ഓപ്ഷൻ ഇല്ല. പക്ഷേ ഇത് WatchOS 9-ലേക്ക് നമ്മൾ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും നമ്മൾ സ്വൈപ്പ് ചെയ്താണ് ഓരോ കാര്യങ്ങളും എടുക്കുന്നത്. ഇവിടെ അവാർഡ് സെലക്ട് ചെയ്യുന്നത് ഈ ഒരു ഓപ്ഷനിലാണ്. നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ബാക്കിയുള്ള അവാർഡുകളും ബാക്കി എല്ലാ ഓപ്ഷൻസും നമുക്ക് ഒരു എന്താ പറയുക അറേഞ്ച് ചെയ്ത് ഓരോ ഷെൽഫിലെടുത്ത് വെച്ചിരുന്ന പോലെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു ഈസി ഓഫ് ആക്സസിന് WatchOS 10 നമ്മൾ കുറേ അധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തത് നമ്മുടെ വെതർ ആപ്പിൽ വന്നിരിക്കുന്ന മാറ്റമാണ്. നമ്മൾ നേരെ വെതർ ആപ്പിലേക്ക് പോവുക. വെതർ ആപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു യൂസർ ഇൻ്റർഫേസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഫുൾ വെതർ അല്ല കാണിച്ചിരിക്കുന്നത്, ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള എല്ലാ നമ്മൾ സെലക്ട് ചെയ്യുന്ന എല്ലാ സിറ്റീസും ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ സിറ്റിയിൽ നമുക്ക് കൊച്ചി നമുക്ക് അല്ലെങ്കിൽ എറണാകുളം എടുക്കാം. എറണാകുളത്ത് വന്നിരിക്കുന്ന ആ ഒരു യൂസർ ഇൻ്റർഫേസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ വിൻഡ് സ്പീഡ്, ബാക്കി നമ്മുടെ ഈ പറഞ്ഞ UV റേസ്, നമ്മുടെ പ്രസിപ്പിറ്റേഷൻ, നമ്മുടെ ഈ പറഞ്ഞ ക്ലൈമറ്റിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കറണ്ട് സിറ്റുവേഷൻ എല്ലാം നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ റെയിനിങ് ആയതുകൊണ്ട് നമ്മുടെ ഈ ഒരു UI-ൽ റെയിനിങ് എഫക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ യാതൊരു എഫക്റ്റോ ബാക്കി കാര്യങ്ങളോ വന്നിട്ടില്ല. എല്ലാം നമ്മൾ താഴത്തേക്ക് പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ഇത് നമ്മുടെ ജസ്റ്റ് ഒരു ഗ്ലാൻസിൽ തന്നെ എല്ലാ ഡീറ്റെയിൽസും ആപ്പിൾ വെതർ ആപ്പിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ പറയുന്ന ഫോൺ ആപ്പിൽ പറഞ്ഞാത്ത ഒരു കാര്യം ഞാൻ മിസ്സായി പോയത്, നമ്മുടെ കോണ്ടാക്ട് പോസ്റ്റർ അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ ഇൻകമിങ് കോളിൻ്റെ ഒരു ഓപ്ഷനാണ്. ആ ഒരു ഇൻകമിങ് കോൾ വരുമ്പോൾ വരുന്ന ആ ഒരു ഓപ്ഷൻ അടിപൊളിയായിട്ടാണ് ആപ്പിൾ WatchOS 10-ൽ വന്നിരിക്കുന്നത്. അത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ നോക്കുമ്പോൾ മനസ്സിലാവും. ഏറ്റവും അടിപൊളിയായിട്ട് ഒരു വ്യക്തിയുടെ കോണ്ടാക്ട് പോസ്റ്റ് നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി അത്ര ഭംഗിയായിട്ടും അത്ര ഡീറ്റെയിലിംഗ് ആയിട്ടും നമ്മുടെ വാച്ചിലും ഇനി മുതൽ നമുക്ക് ആ ഒരു ഫോട്ടോ വരുന്നതായിരിക്കും. ഇനി വന്ന അടുത്ത ഓപ്ഷൻ നമ്മുടെ നൗ പ്ലേയിങ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. നൗ പ്ലേയിങ്ങിലും നമുക്ക് നല്ല രീതിക്കുള്ള മാറ്റങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ആപ്പിൾ വാച്ച് തന്നെ സെലക്ട് ചെയ്യുക. ആപ്പിൾ വാച്ചിൽ സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് യൂസർ ഇൻ്റർഫേസ് നോക്കുമ്പോൾ മനസ്സിലാവും. ഇവിടെ പ്ലേയും അതേപോലെ ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും പോകാനുള്ള ഓപ്ഷനും എയർപ്ലേയുടെയും പിന്നെ ലിസ്റ്റും ബാക്കി കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് യാതൊരു കാര്യങ്ങളും കാണിച്ചിട്ടില്ല.
ജസ്റ്റ് പ്ലേ ചെയ്യും. അതേപോലെ നമുക്ക് അടുത്ത പാട്ടിലേക്കും നേരത്തെ ഉണ്ടായ പാട്ടിലേക്കും പോകാനുള്ള ഓപ്ഷൻ മാത്രമാണ് WatchOS 10 നമുക്ക് നൗ പ്ലേയിങ്ങിൽ കാണിക്കുന്നത്. നമ്മുടെ അടുത്ത വന്ന മാറ്റം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ WatchOS 9 അല്ലെങ്കിൽ WatchOS നമുക്കൊരു വാച്ച് ഫേസ് പുതിയത് മാറ്റണമെങ്കിൽ സിമ്പിളായിട്ട് നമുക്കിതേപോലെ സ്വൈപ്പ് ചെയ്താൽ നമുക്ക് ഏറ്റവും എളുപ്പമായിട്ട് നമുക്കൊരു വാച്ച് ഫേസ് ആഡ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ WatchOS 10 നമുക്ക് അങ്ങനെ ഒരു വാച്ച് ഫേസ് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ടാപ്പ് ചെയ്ത് പിടിച്ച് നമുക്ക് ഈ പറഞ്ഞ ഓപ്ഷൻസ് വാച്ച് സെലക്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ വാച്ച് ഫേസ് നമ്മൾ ഓരോന്ന് സെലക്ട് ചെയ്യേണ്ട ഒരു ഓപ്ഷനാണ് WatchOS 10 ഉള്ളൂ. പേഴ്സണലി എനിക്ക് ആ ഒരു ഓപ്ഷൻ മാത്രം WatchOS 10 ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് നമുക്ക് WatchOSൻ്റെ ആ ഒരു വാച്ച് ഫേസ് മാറ്റാൻ എളുപ്പം ഇത് തന്നെയാണ്. കണ്ടോ എത്ര വേഗമാണ് ഞാൻ എൻ്റെ വാച്ച് ഫേസ് മാറ്റുന്നത്. സിമ്പിൾ ഒരു ജസ്റ്റ് സ്വൈപ്പിൽ തന്നെ എനിക്ക് ഫുൾ ഡീറ്റെയിൽസും അല്ലെങ്കിൽ ഫുൾ കാര്യങ്ങളും എനിക്ക് WatchOS 9 മാറ്റാൻ പറ്റും. പക്ഷേ WatchOS 10 നമ്മൾ ഈ പറഞ്ഞ വാച്ച് ഫേസ് മാറ്റാനായിട്ട് കുറച്ച് കോംപ്രമൈസ്ഡ് ആണ്. നമ്മുടെ അടുത്ത മാറ്റം വന്നിരിക്കുന്നത് ഈ പറഞ്ഞ സ്ലീപ്പിലാണ്. നമ്മുടെ സ്ലീപ്പിലേക്ക് നമ്മൾ പോവാം. ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന സ്ലീപ്പ് ടൈമും അതേപോലെ ബാക്കി എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഫുൾ സ്കെഡ്യൂളിൽ സെലക്ട് ചെയ്താൽ നമുക്ക് ഈ പറഞ്ഞ എത്ര മണിക്ക് കിടക്കണം, എത്ര മണിക്ക് അലാറം വേണം, അതേപോലെ നമ്മുടെ സ്ലീപ്പ് ഗോള്, നമ്മുടെ വിൻ ഡൗൺ എല്ലാ ഓപ്ഷൻസും നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ WatchOS 10 വന്നാൽ നമ്മുടെ സ്ലീപ്പ് സ്റ്റേജസ് നമുക്കിവിടെ അറിയാൻ പറ്റും. നമ്മുടെ REM സ്ലീപ്പ്, കോർ സ്ലീപ്പ്, ഡീപ്പ് സ്ലീപ്പ്, അതേപോലെ എത്ര മണിക്കൂർ ഉറങ്ങി, പിന്നീട് ഈ പറഞ്ഞ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് സ്ലീപ്പ് ഡ്യൂറേഷൻ നമുക്ക് ഡിക്രീസ് ചെയ്തു കഴിഞ്ഞ 7 ദിവസം കൊണ്ട്. അതേപോലെ ബാക്കി എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ പറയുന്ന സ്ലീപ്പ് ആപ്പിൽ അവർ ജസ്റ്റ് ഗ്ലാൻസിൽ, അതായത് നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഫുൾ ഫ്ലെഷ് ഡീറ്റെയിൽസ് കിട്ടുന്ന പോലെയാണ് WatchOS 10 പല ആപ്ലിക്കേഷൻസും ആപ്പിൾ റീഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് ഒരു 10th ഇയർ ഓഫ് WatchOS ആയതുകൊണ്ട് തന്നെ ആപ്പിൾ അത്രമാത്രം ഡീറ്റെയിലിങ്ങും അതേപോലെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചാണ് WatchOS 10 അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഈ പറഞ്ഞ WatchOS 10 വരുന്ന മേജറായിട്ട് പറയുന്ന ചേഞ്ചസ് ആണ്. സ്മാർട്ട് സ്റ്റാക്സിൻ്റെ കാര്യങ്ങൾക്ക് ഞാൻ നമ്മുടെ WatchOS 10 ഒഫീഷ്യൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ ഞാനത് പറഞ്ഞ് പിന്നെയും കുഴപ്പിക്കാത്തത്. സോ ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. സോ ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസും ഒരു നോട്ടിഫിക്കേഷൻ വരികയും അത് നിങ്ങൾ മറന്നു പോകാതെ കാണുകയും ചെയ്യും. ആൻഡ് ഞാൻ നിങ്ങൾ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിലിരുന്ന ഒരു പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റുന്നതാണ്. അതോടൊപ്പം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ തൊട്ടതാത്ത് കൊടുത്തേക്കാം. Go follow me in Instagram too. And thank you so much for watching this whole video. This is Abin Xavier signing from Abika.